നമസ്കാരം. ലീഗൽ മേഖലയിലും ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ധാരാളം നടക്കുന്നുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് ഒരു 1 ഇയർ ആയിട്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള പലരും എന്നെ വിളിച്ച് കൺസേൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു വിഷയം ഞാൻ ശരിക്കും അങ്ങ് വിട്ടതാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അല്ല, അത് ആളുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത്. അതായത് ചെന്നൈയിലെ IP ഓഫീസ് നിന്ന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് ഓഫീസ് എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടായിരിക്കും കോൾ വരുന്നത്. എന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ ഒരു ഷോപ്പ് ഓണേഴ്സിനെയാണ് സാധാരണ ഇവർ വിളിക്കുന്നത്. കാരണം അവരുടെ നമ്പർ കിട്ടാനല്ലോ കുറച്ചുകൂടി എളുപ്പം. അപ്പം ഈ ഷോപ്പിൻ്റെ ഉടമയല്ലേ, അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഷോപ്പിന് നിങ്ങൾ ഇട്ടിട്ടുള്ള ബ്രാൻഡ് നെയിമിൽ മറ്റൊരു വ്യക്തി ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് നിങ്ങൾ ഈ പേര് ഓൾറെഡി യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുൻപ് നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് അപ്ലിക്കേഷൻ മൂവ് ചെയ്യാം. അങ്ങനെ മൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് ഈ പേര് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. ഇങ്ങനെ ഒരാൾ നിങ്ങളെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പെട്ടില്ലേ? അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ട്രേഡ് മാർക്ക് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് പല വീഡിയോസ് കാണും. അതിൽ എൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് അതിൽ എൻ്റെ നമ്പർ എടുത്തിട്ട് ആൾക്കാർ വിളിക്കുന്നത്, സാർ ഇങ്ങനൊരു സംഭവം സംഭവിച്ചു. അപ്പോൾ അവരുടെ ഫസ്റ്റ്, സാർ എനിക്കൊരു കോൾ വന്നു ചെന്നൈയിൽ നിന്ന് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള കഥ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഇതല്ലേ കാര്യം? അപ്പോൾ അവർ പറയും അതെ. ഞാൻ പറയും ഒന്നും പേടിക്കണ്ട, ഇതൊരു ഫേക്ക് കോളാണ്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഫ്രോഡ് മാർക്കറ്റിംഗ് കോളാണ് എന്ന്. നോക്കൂ, ഒരു ട്രേഡ് മാർക്ക് ഏജൻറ്റും ഇത്തരത്തിലുള്ള പരിപാടി കാണിക്കത്തില്ല. ഉദാഹരണത്തിന് നിങ്ങൾ എന്നെ ഒരു ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് സമീപിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ട്രേഡ് മാർക്ക് എല്ലാം നോക്കുന്നു. എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഈ പേര് വേറെ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു. എന്നിട്ട് അവരുടെ നമ്പർ എടുത്തിട്ട് ഞാൻ അവരെ കോൺടാക്റ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഇത്തരത്തിലൊരു വ്യക്തി എന്നെ ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് സമീപിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ബ്രാൻഡ് നെയിമാണ് അവരും തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് എനിക്ക് നിങ്ങൾ ഇത്ര രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഞാൻ ഫയൽ ചെയ്യത്തില്ല, പകരം നിങ്ങൾക്ക് ഫയൽ ചെയ്ത് തരാം എന്ന് ഞാൻ പറയുമോ? എൻ്റെ മുമ്പിൽ വരുന്ന കക്ഷിയുടെ ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഞാൻ സൈഡിൽ കൂടെ ഇത് യൂസ് ചെയ്യുന്ന മറ്റൊരാളെ വിളിച്ചിട്ട് അയാൾക്ക് ഫേവറായിട്ട് ഞാൻ ചെയ്യാൻ നിൽക്കുമോ? ഒരിക്കലും നിൽക്കത്തില്ല. ഇതൊക്കെ ഇത്തരത്തിലൊക്കെ പറയാമെന്ന് പറയുന്നത് തന്നെ വളരെ അൺഎത്തിക്കലായിട്ടുള്ളൊരു പരിപാടിയാണ്. ആളുകളെ പരിഭ്രാന്തരാക്കുന്ന പരിപാടിയാണത്. അതുകൊണ്ട് ഇത്തരത്തിലൊരു കോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യരുത്, അതങ്ങ് വിട്ട് കളഞ്ഞേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കോടതിയിൽ മൂവ് ചെയ്യാം. കാരണം ഇവർ ചെയ്യുന്നത് ചില്ലറ തെറ്റൊന്നും അല്ല. അത് അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ള ഒരു ലീഗൽ ഇഷ്യൂ കൂടിയാണത്. അതായത് ഇത്തരത്തിൽ നിങ്ങളെ വിളിച്ചിട്ട് ഫോൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്ന് നിങ്ങളെ ഭീഷണിപ്പെടുത്തി ഒരു പ്രോഡക്റ്റ് എടുപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 47 പ്രകാരം കുറ്റകരമാണ്. ദറ്റ് ഈസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. സോ എന്തായാലും ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലീഗലി മൂവ് ചെയ്യാനായിട്ട് കഴിയും. മാത്രമല്ല, ഈ ട്രേഡ് മാർക്ക് റൂളിൽ തന്നെ പറയുന്നുണ്ട് ഒരു ട്രേഡ് മാർക്ക് ഏജൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പം അതിന് വിപരീതമായിട്ട് ഒരു ട്രേഡ് മാർക്ക് ഏജൻറ്റ് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ ലൈസൻസ് തന്നെ കട്ട് ചെയ്യാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മൂവ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് ടോട്ടലി അങ്ങ് ഇഗ്നോർ ചെയ്തേക്കുക. ഇത് ചെന്നൈയിലുള്ള കമ്പനിയാണോ കേരളത്തിലുള്ള കമ്പനിയാണോ ഒന്നും എനിക്ക് അറിയത്തില്ല. ഈ വീഡിയോ അതിലേതെങ്കിലും ഒരു ലോയർ, കാര്യം ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ലോയേഴ്സ് ഉണ്ട്, ഏതെങ്കിലും ലോയർ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. വളരെ നല്ല രീതിയിൽ കുറച്ച് നല്ല പ്രൊഫഷണൽസ് ഉള്ള ഒരു മേഖലയാണ് നമ്മുടേത്, അല്ലേ? ഈ പറയുന്ന ട്രേഡ് മാർക്ക് ഏജൻസും അറ്റോർണീസും എല്ലാം. അതിന് ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നശിപ്പിക്കരുത്. കാരണം ആളുകളെ എന്തിനാണ് ഇങ്ങനെ പേടിപ്പിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ നല്ലൊരു ലോയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അറിയാം നിങ്ങൾ ചെയ്യുന്നത് എത്രത്തോളം വലിയ തെറ്റാണെന്നുള്ളത്. അത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ടോട്ടലി എഗെയിൻസ്റ്റ് ആണ്. സോ അതുകൊണ്ട് ദയവുചെയ്ത് ഇത്തരത്തിലുള്ള രീതിയിലുള്ള മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യരുത്. മാർക്കറ്റിംഗ് ആവാം, പക്ഷേ അത് മാന്യമായിട്ടുള്ള രീതിയിലായിരിക്കണം.